പറഞ്ഞുതരാം. അയാളെന്ന് പറഞ്ഞ ഒരു സാധനം ഈ ഏരിയയിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. അയാളുടെ തടി കേടാതെ പോകും. അയാൾ അത്രയും ഞങ്ങളെ കണക്ക് മത്സ്യത്തൊഴിലാളികളെ അത്ര ഇടിയായിട്ടാണ് ആൾ കാണുന്നത്. അയാൾക്കൊരു ഈ MLA ആയിട്ടോ മന്ത്രിയായിട്ടോ ഇരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. മത്സ്യത്തൊഴിലാളിയായ ഞാൻ പറയാണ്, ഇത്രയും പ്രായമേ. പക്ഷേ ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ മറ്റേവനെന്ന് വിളിക്കേണ്ടതാണ് ഈ മുകേഷിനെ. ഇതിൻ്റെയൊക്കെ വേറെ ഭാഷയിൽ കൂടെ വിളിക്കുന്നതാണ് അവനെ. അതെ സാറേ, അയാളെ കണ്ട് പേപ്പർ ക്ലിയറായിട്ട് ചെയ്ത് കൊടുത്ത് അത് വലിച്ചീറി കളഞ്ഞു. ആര് നിങ്ങളുടെ മുന്നിൽ വെച്ചാ? എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വലിച്ചീറി കളഞ്ഞു. ഇതാ ഈ ഓഫീസിൽ വെച്ച്. ഞാൻ പറയുന്നത് മുകേഷ് ജയിക്കരുതാണ്. മുകേഷ് കെട്ടുവെച്ച് കാശ് കിട്ടുന്നില്ല, തറപ്പിച്ചല്ല പറയുന്നത്. സാറ് ഇവിടെ എല്ലാം പരസ്യം ചെന്നാലും മുകേഷിന് കെട്ടിവെച്ച കാശ് കിട്ടുന്നില്ല. ഉറപ്പാണോ? ഉറപ്പ് തന്നെ. അത്രയും വിഷമമുണ്ടോ നിങ്ങൾക്ക്? ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര തീർത്ത് പറഞ്ഞത്. നിന്ന് അയാളുടെ കൂടെ 5-6 പേര് അയാളുടെ ഓഫീസിൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെന്ന് എനിക്കറിഞ്ഞൂടാ. അവൻ്റെ അതിലെടുത്ത് കൊടുത്ത് അവൻ്റെ ഇങ്ങനെ വെച്ചിട്ടാണ് കയറിയത്. ഒരാപത്ത് പറ്റിയ എവിടെ കിടന്നാലും ഓടി വന്ന് എൻ്റെതാണ് സംഭവം. ഇല്ല വേണ്ട, ഒന്ന് വിളിച്ചു സംസാരിച്ചാൽ മതി. എവിടെ ഇതിന്ന് വരെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായില്ല. ഇപ്പോൾ അയാൾ ഇലക്ഷൻ വന്നപ്പോൾ ഉണ്ടാക്കാൻ വരുന്നില്ല. ഞങ്ങൾക്കറിയാം അയാൾ വരുമെന്ന് 5 വർഷം കഴിഞ്ഞെങ്കിലും. നിങ്ങളിത് TV-ലോ പേപ്പറിലോ എല്ലാം കൊടുത്തോ? എൻ്റെ വോട്ടർ സഹിതം കൊടുത്തു. എനിക്ക് അതിലൊരു കുഴപ്പമില്ല. അയാൾ വന്നാൽ അയാൾക്കടുത്ത് നേരെ ചോദിക്കും. ആയുസുണ്ടായി ചോദിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് മുകേഷ് MLA എൻ്റെ ചോദ്യം പറഞ്ഞുതരാം. അയാളെന്ന് പറഞ്ഞ ഒരു സാധനം ഈ ഏരിയയിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. അയാളുടെ തടി കേടാതെ പോകും. പറഞ്ഞത് അത് എവിടം വരെ പോയാലും എനിക്ക് പ്രശ്നമില്ല. അത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഒരു സ്ഥലം MLA ആണ്. എൻ്റെ ഒരു സാധനം കടലിൽ വീണ് നഷ്ടപ്പെട്ട് അയാളെ കണ്ട് പേപ്പർ ക്ലിയറായിട്ട് ചെയ്ത് കൊടുത്ത് അത് വലിച്ചീറി കളഞ്ഞു. ആര് നിങ്ങളുടെ മുന്നിൽ വെച്ചാ? എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വലിച്ചീറി കളഞ്ഞു. ഇതാ ഈ ഓഫീസിൽ വെച്ച്, ഇതാ ഈ ബീച്ചിൻ്റെ അടുത്ത്. അവരെ തെറി വിളിക്കാൻ പാടില്ല. എന്തിനാണ് തെറി വിളിച്ചാൽ എനിക്കത് കിട്ടുമോ തിരിച്ച്? ഒരു MLA-യുടെ സ്ഥാനമെന്ന് പറഞ്ഞാൽ ഒരാളിനൊരു അബദ്ധം പറ്റിയ അതിൻ്റെ കൂടെ നിന്ന് സഹായിക്കേണ്ടതാണ് അയാളുടെ കടമ. അത് പേപ്പർ കീറി കളഞ്ഞു. അവിടെ വെച്ച് എന്തിനാണ് അത് ചെയ്ത്? അതെന്തെന്ന് സാറേ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല പറയാം. നമ്മുടെ ബീച്ച് ഹോട്ടലില്ലേ, അവിടെ ഓഡിറ്റോറിയം ഉണ്ടല്ലേ. ഞാൻ ചോദിക്കുന്നതേ, നിങ്ങളെന്താ പറഞ്ഞ അയാൾ ഇവിടെ വരരുതെന്ന്? വരരുതെന്ന് തന്നെ പറഞ്ഞത്. കൊച്ചു മക്കളെ ചിലപ്പോൾ കല്ലെറിയും. ആ സ്റ്റേജാണ് അയാൾ ഉണ്ടാക്കി വെച്ചത്. അയാൾ ഒരു സ്ഥലം MLA ആണ് ഇവിടെ ഈ കൊല്ലത്ത്. എനിക്കറിയാം ഈ രാഷ്ട്രീയ കളിയൊക്കെ എനിക്കും ഏറെക്കുറെ അറിയാം. ഞാൻ ഈ 10-72 വയസ്സുണ്ട്. 14 വയസ്സിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ് ഞാൻ. അറിയാം, സാറിൻ്റെ അടുത്താണ് ഇപ്പോൾ തുറഞ്ഞ ഇവിടെ ആർക്കും അറിഞ്ഞില്ല. 14 വയസ്സിൽ ഞാൻ പറയുന്നത് മുകേഷ് ജയിക്കരുതാണ്. മുകേഷ് കെട്ടുവെച്ച കാശ് കിട്ടുന്നില്ല, തറപ്പിച്ചല്ല പറയുന്നത്. സാറ് ഇവിടെ എല്ലാം പരസ്യം ചെന്നാലും മുകേഷിന് കെട്ടിവെച്ച കാശ് കിട്ടുന്നില്ല. ഉറപ്പാണോ? ഉറപ്പ് തന്നെ. അത്രയും വിഷമമുണ്ടോ നിങ്ങൾക്ക്? ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര തീർത്ത് പറഞ്ഞത്. നിങ്ങൾ അത്രയും അയാൾ ഇടിയാക്കിയാണ് ഞങ്ങളെ കണക്ക് ഉള്ള പാവത്തുങ്ങളെ കാണുന്നത്. അയാൾ അത്രയും ഞങ്ങളെ കണക്ക് മത്സ്യത്തൊഴിലാളികളെ അത്ര ഇടിയായിട്ടാണ് ആൾ കാണുന്നത്. അയാൾക്കൊരു ഈ MLA ആയിട്ടോ മന്ത്രിയായിട്ടോ ഇരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. മത്സ്യത്തൊഴിലാളിയായ ഞാൻ പറയാണ്, ഇത്രയും പ്രായമേ. സാർ ഇതിലെല്ലാം പിടിച്ചെടുത്തിട്ട് പേപ്പറിലോ വേറെ എവിടെയൊക്കെ കൊടുക്കുമായിരിക്കും. ഇത് ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ അതിൽ അംഗീകരിക്കുമായിരിക്കും. അപ്പോൾ അയാൾ മനസ്സിലാക്കും. അയാൾ എൻ്റെ അടുത്ത് കാണിച്ച പിള്ളേരാണ്, വേറെ ഒരാളുടെ അടുത്ത് കാണിച്ചില്ല. ഞാനിപ്പോൾ പറഞ്ഞു, എന്നെ കണക്ക് എത്രയോ പാവപ്പെട്ട മനുഷ്യരുമാണ്. സാറൊന്ന് ആലോചിച്ച് നോക്ക്. കടലിൽ വെച്ച് ബോട്ട് ഇടിച്ച് എൻ്റെ വള്ളവും വരെ നഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു. പറഞ്ഞുതരാം. ഞാൻ അയാളുടെ അടുത്ത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഓഫീസിനകത്ത് വെച്ചാണ് അയാളെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ഓഫീസിനകത്ത് കയറി പോയില്ല. ഫ്രണ്ടിൽ വെച്ച്, സാറേ ഇന്ന കണക്കാണ്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതേവരാരും വന്ന് തിരക്കിയില്ല. ഒരാൾ മരിച്ചു എൻ്റെ വള്ളത്തിൽ. ആ പേപ്പറാണോ കീറി കളഞ്ഞത്? ഞാൻ എഴുതി കൊടുത്ത പേപ്പർ കീറി കളഞ്ഞു. നിങ്ങളുടെ മുന്നിൽ വെച്ച് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കീറിക്കളത്. നിങ്ങൾ എന്താ അപ്പം പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. സങ്കടം ഉണ്ടായോ ശരിക്കും? ഇതിന് പ്രയാസം ഉണ്ടാകത്തില്ല. സാറിനാരും ഉണ്ടാകത്തില്ല. അന്ന് ചെയ്ത എന്തായാലും ഈ വീഡിയോ എന്തായാലും മുകേഷ് കാണും. എന്താണ്
വിവരമുള്ള മനുഷ്യനാണെങ്കിൽ കണ്ടാൽ സാറ് ഇല്ല, ഞാൻ ഫുൾ അഡ്രസ്സ് തരാം. വേണ്ട വേണ്ട, മുകേഷിനോട് എന്താ പറയുക? അങ്ങോട്ട് നോക്കി പറയാം. മുകേഷിനോട് എന്താ പറയുക? മുകേഷിൻ്റെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു പേപ്പറിന് ഇയാൾ ₹1 എനിക്ക് തരണ്ട. ഇയാൾ ഇവിടെ വന്ന് അറിയാം എന്താ സംഭവിച്ചെന്ന്. ഒരു MLA ആണ്, ഈ നാട്ടിലെ ഒരു MLA ആണ്. അയാൾ എന്താണ് ഏതാണെന്ന് ഇന്ന് വരെ തിരക്കിയിട്ടില്ല. 2 വർഷം കഴിയത്തില്ല, 2 വർഷം കഴിഞ്ഞു. അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അയാളോട് എന്താണ് പറയാനുള്ളത്? അങ്ങോട്ട് നോക്കി പറയാം. എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ പറഞ്ഞ സാറിൻ്റെ മുമ്പിൽ പറഞ്ഞ കേസ് എന്താ പറയാനുള്ളത്? അങ്ങോട്ട് പറയാം. അയാളത് പ്രത്യേകിച്ച് ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതെനിക്കറിയാം. അയാളത് കേട്ടാലും കേട്ടില്ലെങ്കിലും അയാളുടെ പാട്ടിന് പോകുന്ന ഇങ്ങനെ സാറ് പാൻ്റായിട്ടിരിക്കുക. ഞാൻ തുണി കൊടുത്തിരിക്കുകയാണ്. ഈ ഉടുത്ത തുണി ഇതേമാതിരി ഇങ്ങനെ മടക്കി കൊടുക്കണ്ട, ഇങ്ങനെ തട്ടിയിട്ടുണ്ട്. അയാൾ പോകും കേട്ടും കൊണ്ട്. ഒരു വിശേഷം ഉണ്ടാകത്തില്ല. അയാൾ നല്ലൊരു MLA ആയിരുന്നെങ്കിൽ നാട്ടുകാർ ഇനിയും അയാളുടെ കൂടെ നിന്നേനോ. എനിക്കൊരു ആപത്ത് വന്നപ്പോൾ അയാളൊരു സഹായം ചെയ്തില്ല. അയാൾ വന്നൊന്ന് അന്വേഷിച്ച് എന്ന് തിരക്കാം. അയാൾ അങ്ങനെ കന്യാകുമാരിയിലും കാസർഗോഡൊന്നും അല്ല താമസിക്കുന്നത്. അയാൾ ഈ കൊല്ലത്തിനാണ് താമസിക്കുന്നത്. അതല്ല ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ മറ്റേവനെന്ന് വിളിക്കേണ്ടതാണ് ഈ മുകേഷിനെ. ഇതിൻ്റെയൊക്കെ വേറെ ഭാഷയിൽ കൂടെ വിളിക്കുന്നതാണ് അവനെ. അതെ സാറേ, വേറെ ഒന്നും കൊണ്ടല്ല. അയാളുടെ കാശോ അല്ലെങ്കിൽ ₹10 ഒരു നേരത്തെ ആഹാരമോ എന്നതിന് വേണ്ടിയല്ല. ഒരു സാധാരണക്കാരൻ ഈ ഒരു കടലിൽ പോയി പല സംഭവം ഉണ്ടാകും. ഒരാപത്ത് പറ്റിയ എവിടെ കിടന്നാലും ഓടി വന്ന് എൻ്റെതാണ് സംഭവം. ഇല്ല വേണ്ട, ഒന്ന് വിളിച്ചു സംസാരിച്ചാൽ മതി. എവിടെ ഇതിന്ന് വരെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായില്ല. ഇപ്പോൾ അയാൾ ഇലക്ഷൻ വന്നപ്പോൾ ഉണ്ടാക്കാൻ വരുന്നില്ല. ഞങ്ങൾക്കറിയാം അയാൾ വരുമെന്ന് 5 വർഷം കഴിഞ്ഞെങ്കിലും. ഇയാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജയിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ സാറന്മാരിപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുമോ? വരത്തില്ല. നിങ്ങളിത് TV-ലോ പേപ്പറിലോ എല്ലാം കൊടുത്തോ. എൻ്റെ വോട്ടർ സൈതം കൊടുത്തു. എനിക്ക് അതിലൊരു കുഴപ്പമില്ല. അയാൾ വന്നാൽ അയാൾക്കിടന്ന് നേരെ ചോദിക്കും. ആയുസുണ്ടായി ചോദിച്ചിരിക്കും. എന്ത് ചോദിക്കും? ഇയാളൊരു MLA അല്ലേ എന്ന് ചോദിക്കും. ഈ കൊല്ലത്തെ MLA ആണ്. ഈ കൊല്ലത്തൊരു സംഭവം ഉണ്ടായിട്ട് ഇയാളുടെ കയ്യിലൊരു പേപ്പർ കൊണ്ട് തന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. എനിക്കിതെല്ലാം അറിയാം. വിദ്യാഭ്യാസം ഇല്ല സാറേ, വിവരമുണ്ട്. നേരെ ചോദിക്കും. എന്നിട്ട് എവിടെ? അത്രയേറെ വിഷമമുണ്ട് നിങ്ങൾക്ക്? ഉള്ളിൽ പ്രയാസമുണ്ട്. സാറിനൊരു മുതൽ നഷ്ടപ്പെടുമ്പോൾ സാറിന് അതിന് വിഷമം ഉണ്ടാകത്തില്ലേ? ഉണ്ടാവോ ഇല്ലയോ? അതേ കണക്ക് തന്നെയാണ് എനിക്കും ഉണ്ടായപ്പോൾ. ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണല്ലോ വന്ന് തിരക്കുന്നത് മുൻകൈയായിട്ട്. അവർ വരാത്തടുത്ത് സാധാരണക്കാരൻ അങ്ങനെ വന്ന് തിരക്കും. ഇവിടെ എല്ലാവരും പാവപ്പെട്ടങ്ങൾ തന്നെ, എല്ലാം കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇന്ന് പോയി കിട്ടിയാലും കൊള്ളാം, നാളെ പോയി കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം. എന്തായാലും വിഷമമുണ്ട്, അമർഷമുണ്ട്. ശരിക്കും ഇത് ജനങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതായത് ഒരാൾ പരാതി കൊടുത്ത് ആ പരാതി നോക്കാതെ നോക്കി വായിച്ചാൽ ഞാനിങ്ങനെ കയ്യിൽ അടിച്ചിട്ട് അടുത്ത് നിന്ന് അയാളുടെ കൂടെ 5-6 പേര് അയാളുടെ ഓഫീസിൽ അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ്റെ അതിലെടുത്ത് കൊടുത്ത് അവൻ്റെ ഇങ്ങനെ വെച്ചിട്ടാണ് കയറിയത്. പിന്നെ അല്ല ഞാനെന്താ പറയുന്നത്? അപ്പം ശരി.